എല്ലാവർക്കും ട്രെൻഡ് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക്കൽ കോണ്ടാക്ടറുകളെ കുറിച്ചാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് കോണ്ടാക്ടറുകൾ പല പോളുകളിൽ അവൈലബിൾ ആണ്. 2 പോള്, സിംഗിൾ പോള്, 3 പോള്, 4 പോള്, അങ്ങനെ പല പോളുകളിൽ നമ്മുടെ ആവശ്യാനുസരണം അവൈലബിൾ ആണ്. അത് വിത്ത് ആഡ് ഓൺ ആയിട്ടോ അല്ലെങ്കിൽ വിത്ത് NO കോണ്ടാക്ടറായിട്ടോ വിത്ത് NC കോണ്ടാക്ടറോട് കൂടിയോ അങ്ങനെ പല ആഡ് ഓൺ ബ്ലോക്കുകൾ വെച്ചിട്ടും ഒക്കെ നമുക്ക് കോണ്ടാക്ടറുകൾ അവൈലബിൾ ആണ്. യഥാർത്ഥത്തിൽ കോണ്ടാക്ടറുകൾ ഉപയോഗിക്കുന്നത് വളരെ ചെറിയ ഒരു വോൾട്ടേജ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വളരെ ചെറിയ ആംപിയർ കുറഞ്ഞ ഒരു സ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ബോർഡുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് വളരെ വലിയ ഒരു ലോഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് കോണ്ടാക്ടറുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഇതൊരു സ്വിച്ചിങ് ഡിവൈസ് ആണ്. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കോയിലാണ്, ഒരു മാഗ്നറ്റിക്കൽ കോയിലാണ്. ഈ കോണ്ടാക്ടറിൻ്റെ കോയിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് 380 to 415 അതിനിടയ്ക്ക് ഒരു വോൾട്ടേജ് നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം. മിനിമം 380, മാക്സിമം ഒരു 415 വരെ കൊടുക്കാം. ഈ 380 നിന്നും ഒരു 10% വോൾട്ടേജ് താഴെ വന്നാലോ 415 നിന്നും ഒരു 15% വോൾട്ടേജ് മുകളിൽ വന്നാലോ കോയിൽ വിസ്റ്റാൻഡ് ചെയ്തോളും, കംപ്ലൈൻ്റ് ഒന്നും വരില്ല. അപ്പം ഏകദേശം ഒരു 400-415 വോൾട്ട് നമ്മൾ ഈ കോയിലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോയിൽ മാഗ്നറ്റൈസ് ആവുകയും ഇവിടെ കോണ്ടാക്ടറിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നൊരു ഫിക്സഡ് കോണ്ടാക്റ്റും പിന്നെ ഒരു മൂവിങ് കോണ്ടാക്റ്റുമാണ് ഉള്ളത്. അപ്പോൾ കോയിൽ മാഗ്നറ്റൈസ് ആകുമ്പം ഇതാണ് ഇപ്പം നിങ്ങൾ കാണാൻ പറ്റുന്നതുകൊണ്ട് അറിയില്ല, ഇപ്പം ഈ മൂവ് ചെയ്യുന്നതാണ് ഇതിൻ്റെ മൂവിങ് കോണ്ടാക്റ്റ്. കോയിൽ മാഗ്നറ്റൈസ് ആകുമ്പോൾ ഈ മൂവിങ് കോണ്ടാക്റ്റ് ഫിക്സഡ് കോണ്ടാക്ടറിലേക്ക് ഇങ്ങനെ വലിച്ചടിപ്പിക്കും. അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ മേക്ക് ചെയ്യും. അപ്പോൾ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു വോൾട്ടേജ് അതിൻ്റെ അടുത്ത സൈഡിൽ അവൈലബിൾ ആവും. ഇങ്ങനെയാണ് കോണ്ടാക്ടറുകൾ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത്. കോണ്ടാക്ടറുകളുടെ പുറമേ ആയിട്ട് കുറച്ച് കറണ്ട് റേറ്റിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും AC1 20 amps, AC2 20 amps, AC3 16, AC4 11 എന്നിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് കോണ്ടാക്ടറുകളുടെ യൂട്ടിലൈസേഷൻ കാറ്റഗറി എന്ന് പറയും. അതായത് ഓരോ കോണ്ടാക്ടറും ഉപയോഗിക്കുന്ന ലോഡുകളെ ബന്ധപ്പെടുത്തിയിട്ടാണ്, അല്ലെങ്കിൽ കോണ്ടാക്ടറുകൾ ഉപയോഗിക്കുന്ന ഓരോ ലോഡിനനുസരിച്ചും കോണ്ടാക്ടറുകളുടെ ആംബിയർ റേറ്റിംഗിൽ വ്യത്യാസം ഉണ്ടാവും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ AC1 20 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യുവർ റെസിസ്റ്റീവ് ലോഡുകളിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പ്യുവർ റെസിസ്റ്റീവ് ലോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈറ്റ് സർക്യൂട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡക്റ്റീവ് അല്ലാത്ത തരം ലോഡുകളുടെ സ്വിച്ചിങ്ങിൽ ഈ കോണ്ടാക്ടർ കൊടുക്കുമ്പോഴാണ് 20 ആംപിയർ കപ്പാസിറ്റി ഈ കോണ്ടാക്ടറിന് കിട്ടുന്നത്. AC2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം രീതിയിൽ തന്നെ റെസിസ്റ്റീവ് ലോഡുകളും അതുപോലെ തന്നെ ലൈറ്റ്ലി ഇൻഡക്റ്റീവ് ലോഡുമാണ്. വളരെ ചെറിയ ഇൻഡക്റ്റീവ് ലോഡുകൾ, അതായത് ചെറിയ ഫാന് അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമുക്കിത് കൊടുക്കാം. അന്നേരവും AC2 റേഞ്ചിൽ നമുക്ക് 20 amps കപ്പാസിറ്റി നമ്മുടെ ഈ കോണ്ടാക്ടറിന് കിട്ടും. അതേസമയം AC3 16 amps എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് പ്യുവർ ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡുകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. നമുക്ക് ഈ കോണ്ടാക്ടർ ഉപയോഗിച്ച് ഒരു ഇൻഡക്ഷൻ മോട്ടറോ അല്ലെങ്കിൽ വെള്ളമടിക്കുന്ന പമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്വിച്ച് ചെയ്യിക്കാനാണ് എങ്കിൽ AC3 യൂട്ടിലൈസേഷൻ കാറ്റഗറിയെ ബേസ് ചെയ്താണ് നമ്മൾ കോണ്ടാക്ടർ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഈ കോണ്ടാക്ടറിന്റെ AC3 കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് 16 ആംപിയർ ആണ്. അതായത് ഒരു ഇൻഡക്ഷൻ മോട്ടർ, ഒരു ഹയർ HP ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുന്നതെങ്കിൽ ആ ഇൻഡക്ഷൻ മോട്ടർ എടുക്കുന്ന മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 16 ആംപിയറിൽ താഴെയായിരിക്കണം. അല്ല എങ്കിൽ ഈ കോണ്ടാക്ടറിന് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് AC3 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അടുത്ത AC4 എന്ന് പറയുന്നത് കുറച്ച് ഹെവി ഡ്യൂട്ടി വർക്കിന് വേണ്ടിയിട്ടുള്ള യൂട്ടിലൈസേഷൻ കാറ്റഗറിയാണ്. AC4 എന്ന് പറഞ്ഞാൽ ഇഞ്ചിങ് പർപ്പസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആക്കുക, ഓഫ് ആക്കുക, ഓൺ ആക്കുക, ഓഫ് ആക്കുക, അല്ലെങ്കിൽ ക്രെയിന്, ഹോയിസ്റ്റർ പോലുള്ള ആപ്ലിക്കേഷനുകളിലൊക്കെയാണ് ഈ ഒരു കാറ്റഗറി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ സമയത്ത് ഈ കോണ്ടാക്ടറിന്റെ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ആംപിയർ റേറ്റിംഗ് എന്ന് പറയുന്നത് 11 ആംപിയർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബേസിസിലാണ് നമ്മൾ കറണ്ട് പ്രധാനമായിട്ട് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കോണ്ടാക്ടർ സെലക്ഷൻ നടത്തുന്നത് AC3 റേറ്റിംഗിൽ വെച്ചിട്ടാണ്. കാരണം നമുക്ക് ഇവിടെ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടറുകളുടെ സ്വിച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നോർമലി കൂടുതലായിട്ടും കോണ്ടാക്ടറുകൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വോൾട്ടേജ് റേഞ്ചും നോക്കേണ്ടതാണ്. നമ്മൾ ഈ കോണ്ടാക്ടറിന്റെ
അല്ലെങ്കിൽ നമ്മൾ ഈ കോൺടാക്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കിന്റെ കൺട്രോളിംഗ് വോൾട്ടേജ് 415 ആണെങ്കിൽ 415 വോൾട്ടിന്റെ കോയിലോട് കൂടിയ കോൺടാക്ടർ അവൈലബിൾ ആണ്. ഇനി അതല്ല 230 വോൾട്ട് ആണെങ്കിൽ 230 വോൾട്ടിന്റെ കോയിലോട് കൂടിയ കോൺടാക്ടറുകൾ അവൈലബിൾ ആണ്. ഇനി അതല്ല 24 വോൾട്ട് DC, 24 വോൾട്ട് AC, അങ്ങനെ പല കോയിൽ വോൾട്ടേജ് റേഞ്ചിലും നമുക്ക് കോൺടാക്ടറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്